പരക്കായിട്ട് ചർച്ച നടന്നുകൊണ്ടിട്ടുണ്ട്. വെള്ളിയാഴ്ചയും പെരുന്നാളൊക്കെ ഒന്നിച്ച് വന്നാൽ ഏതെങ്കിലും ഒന്ന് മതി എന്നൊക്കെയുള്ളൊരു ചോദ്യം. ഏതെങ്കിലും ഒന്ന് മതിയൊന്ന് വെള്ളി ഇതാണ് അങ്ങനെ ഒരു ചർച്ച പരക്കാൻ നടക്കുന്നുണ്ട്. പിന്നെ അടുത്ത വെള്ളിയാഴ്ച ചിലപ്പോൾ വിദേശത്തൊക്കെ പെരുന്നാൾ ആയിക്കൂടായില്ല, നേരത്തെ തുടങ്ങിനല്ലോ. അപ്പോൾക്ക് പെരുന്നാളും വെള്ളിയാഴ്ച ഒന്നായും ചെയ്ത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സജീവ ചർച്ചയും ചെയ്ത് ഏതെങ്കിലും ഒന്ന് മതിയോ അങ്ങനെ മതിയെന്ന് മറ്റേ മൗലവി പറഞ്ഞിട്ടുണ്ട്, ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതെന്താന്ന് ചോദിച്ചാൽ ഇതിപ്പോൾ ഏതൊരു മുജാഹിദിന്റെ മൗലവിയാണ് ഇപ്പോൾ ഇത് എടുത്തിട്ട് ഫൈസൽ മൗലവി എന്നൊക്കെ പറഞ്ഞിട്ട് ഏത് മൗലവി ആയാലും ഈ മൗലവിമാർ ഇതിൽ ഇങ്ങോട്ട് ഓൽക്കൊരു ബഹളം ഉണ്ടാക്കലേ ലക്ഷ്യം ഉണ്ടാവുള്ളൂ. നമ്മളവിടെ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഇതൊരു ഫിഖാണ്. ഫിഖ് എന്ന് പറഞ്ഞാൽ തന്നെ വിശാലമായ കാഴ്ചപ്പാട് പലതിലും ഉണ്ടാവും. ഇപ്പം നമ്മൾ 4 മദ്ഹബ് എന്നല്ല പറയുന്നത്, ഒറ്റ മദ്ഹബ് അല്ലല്ലോ. ഈ 4 മദ്ഹബിന്റെ ഉള്ളിൽ തന്നെ എത്ര മദ്ഹബ്? 4000 മദ്ഹബ് ഉണ്ടാവും. ഇപ്പം നമ്മൾ മഹല്ലി ഓതുമ്പോൾ അതിൽ ഒരു വിഷയം പറഞ്ഞാൽ അൽഹർ അസഖ് എന്നൊക്കെ പറഞ്ഞ സാനി സാലിസ് റാബി ഹാമിസ് ഒക്കെ കാണുമല്ലോ. ഇത് ഈ 4 1 2 3 4 എന്ന് പറഞ്ഞാൽ 4 4 അല്ലേ? 4 ആയതുകൊണ്ടാണല്ലോ 2ാം കോലും 3ാം കോലും ആയത്. ഒക്കെ ഒന്നാണെങ്കിൽ ഒറ്റ കോലല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ ഭിന്നമായ എന്നതുപോലെ ഇപ്പൊ ഈ പെരുന്നാളും ഇതൊക്കെ വരുന്നതിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവും. ഇത് ഫിഖിലുള്ള ഒരു കാഴ്ചപ്പാട് തന്നെയാണ്. പക്ഷെ ഇവരെന്താ ചെയ്യുക വെച്ചാൽ ഇവർ ഈ ഫുഖഹാക്കൾ അതിന് നിശ്ചയിച്ച അടിസ്ഥാന വഴി ഇവർ സ്വീകരിക്കൂല. അവരിപ്പം മദ്ഹബിനെ അംഗീകരിക്കൂലല്ലോ. ഓർക്ക് ഇഷ്ടമുള്ള ഓരോന്നും ഇങ്ങനെ എടുത്തുകൊണ്ടിരും, എന്നിട്ടാണ് ബഹളം ഉണ്ടാക്കും. നമ്മളാൾക്കാർ എന്നിട്ട് ആ ബഹളത്തിന് പോകുമ്പോൾ പോലും പറയും അങ്ങനെ ആ ഇമാമ് പറഞ്ഞില്ലേ ചോദിച്ചു. ആ ഇമാം പറഞ്ഞിട്ടും ഉണ്ടാവും. ഇപ്പം ഈ പെരുന്നാളും ജുമയും വരുമ്പോൾ അള്ളാഹ് റസൂലിന്റെ കാലത്ത് തന്നെ ഇത് രണ്ടും ഒരുമിച്ച് വന്നിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ കാലത്ത് തന്നെ ഇത് രണ്ടും ഒരുമിച്ച് വരുന്നുണ്ട്. ഇപ്പൊ റസൂലുള്ളാഹി നുഅ്മാൻ ഇബ്നു ബഷീർ എന്ന സ്വഹാബി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ് കാണാം. ജുമഅയിലൊക്കെ ഓതുന്ന സൂറത്ത് സബ്ബിഹിസ്മി ഹല്ലത്താക്കി റസൂലുള്ളാഹി ജുമഅക്ക് ഓതും. സബ്ബിഹിസ്മി ഹല്ലത്താക്ക റസൂലുള്ളാഹി പെരുന്നാൾ നിസ്കാരത്തിൽ ഓതും. എങ്ങനെ? ഇത് ജുമഅക്ക് ഓതുന്ന പെരുന്നാൾ നിസ്കാരത്തിന് ഓതും. രണ്ടും കൂടി ഒത്തു വന്നാലോ 2 നിസ്കാരത്തിലും ഇത് ആവർത്തിച്ച് ഓതുന്നു. അങ്ങനെ ഹദീസ്. കുല്ലമാ വാഫക്ക, ഒരു ദിവസം പെരുന്നാളുമായി ജുമഅയി അപ്പോഴും റസൂൽ ഇങ്ങനെ ഓതി തന്നെയാണ്. ഇത് പെരുന്നാൾക്കും ഈ സൂറത്ത് ഓതി യഖറഉ ഫി സ്വലാത്തൈനി 2 നിസ്കാരത്തിനും ഇതുപോലെ ഓതുന്നു. അപ്പം മനസ്സിലായി രണ്ടും ആവർത്തിക്കുമ്പോൾ ജുമഅ നടപ്പിലാക്കേണ്ടതല്ലേ. പിന്നെ ഒരു ഹദീസ് കാണാം, റസൂലുള്ളാഹി മദീന എന്ന് കുറെ ദൂരമുള്ള ആളുകൾ അഹ്ലുൽ അവാലി എന്ന് കാണാം. അവാലി എന്ന് പറഞ്ഞിട്ടെങ്കിൽ ഇപ്പം ഷറൽ മദബിലൊക്കെ ഇമാം നവവി തങ്ങൾ പറയും അത് ഖറിയത്തുൻ ഒരു നാട് തന്നെയാണെന്ന്. അവാലി എന്നുള്ളതിന് പല അർത്ഥങ്ങളുണ്ട്. മദീനത്ത് കുറച്ച് ദൂരം ഒരു ഗ്രാമം. ആ ഗ്രാമവാസികളോടൊക്കെ റസൂൽ പറയുന്നുണ്ട് പെരുന്നാൾക്ക് വന്നപ്പോൾ നിങ്ങൾ ഇനി പോണേ പോയിക്കോളി, ജുമഅക്ക് നിൽക്കേണ്ടിയില്ല. വൈന്നാല മുജമ്മിയോ ഞങ്ങളിവിടെ ജുമഅ നടത്തുകയാണ്, അങ്ങനെ പോവാന്ന് ഓലോട് പറഞ്ഞ വർത്താനാണ്. ഇതേ വർത്താനം ഉസ്മാൻ എന്നൊരു ഖിലാഫത്തിന്റെ ആ കാലത്ത് ഉസ്മാൻ എന്നവരും പറയുന്നുണ്ട്. ഏത് അങ്ങനെ പോയി അവരോട് പറഞ്ഞ വർത്താനാ, ദൂരത്തു നിന്ന് വന്ന ആൾക്കാർ അതെടുത്തിട്ട് ഇവര് എന്നല്ല ഈ ഹദീസിനെ വെച്ചിട്ട് മുൻകാലത്തെ ഇമാമിയങ്ങളെന്നെ പല ചർച്ച നടത്തിയിട്ടുണ്ട്. അപ്പൊ ജുമഅ വേണോ വേണ്ടേന്ന് അതിന് ഏതെങ്കിലും ഒന്നെടുത്തിട്ട് ഇവര് ബഹളം ഉണ്ടാക്കുകയാണ്. നമ്മൾ ഇതിനെ തിരിച്ചു പറയുമ്പോൾ ഒരു പറയും ആ ഇമാം അങ്ങനെ പറഞ്ഞില്ലേ ചോദിച്ചു. ഇപ്പൊ ഹംബലി മദബിലി കാഴ്ചപ്പാടുണ്ട്, 2 1 മതിന്ന്. ഹംബലി മദബി അങ്ങനെ ഇപ്പഴുണ്ട്. വേറെ ചില ഇമാമിങ്ങൾ ദൂരസ്കരിച്ചാൽ മതി എന്ന് പറഞ്ഞവരുണ്ട്. ഇതൊക്കെ നമ്മളെ ഫിഖിലല്ല. ഇപ്പൊ സുബീക്ക് കുനൂത്ത് വേണ്ട അറിയുമ്പലി നമ്മൾ കുനൂത്ത് വേണമെന്ന് പറയും. ഇനി ഇവിടെ നമ്മൾ ഈ ഹനഫിയാളുടെ അടുത്തെത്തുമ്പോഴോ കുനൂത്തില്ല. അപ്പൊ അപ്പൊ ഹനഫി ഇമാം അങ്ങനെ പറഞ്ഞില്ലേ കേട്ടോ, അതല്ലേ ഞങ്ങൾ പറഞ്ഞു അറിയുമ്പലി. എന്നാ പോലെ ഹനഫി ഇമാമിനെ അംഗീകരിക്കൂല. അപ്പൊ നമ്മളിതിന് മറുപടി പറഞ്ഞു വരുമ്പം പിന്നെ ഒരു ഇമാമിങ്ങൾ പോയി അപ്പൊ ഇത് ഫിഖിലുള്ള വിശാലമായ കാഴ്ചപ്പാടാണ്. നമ്മളതിലൊക്കെ എന്താണ് അതിന്റെ മദാറും നടത്തിപ്പും നോക്കിയിട്ട് ഉലമാവ് കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ച ഒരു നീക്കുപോക്കുണ്ടാവും. അതാണ് അതിൽ പെരുമാറി നമ്മൾ പോരുക, നമ്മളത് സ്വീകരിച്ചാൽ പോരുക. അപ്പം നമ്മളെ ഷാഫി മദ്ഹബിലൊക്കെ ഇത് രണ്ടും ഒരുമിച്ച് വന്ന ജുമയും വേണം പെരുന്നാൾ നിസ്കാരം വേണം, രണ്ടും വേണം തന്നെ. അത് തന്നെയാണ് അതിൽ പ്രബലമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇത് റസൂൽ പറഞ്ഞ ദൂരത്തെ ആൾക്കാരോടാണ്, അതിൽ വളരെ വ്യക്തമാണ്. ഇത് പിന്നെ ഈ ഫിഖ്ഹിയ പല വിഷയങ്ങൾ അതിൽ പിന്നെ അതൊരു വിശാലമായ സംഭവങ്ങളേക്കാരം. അപ്പോൾ അതിന്മേൽ നമ്മളിങ്ങനെ ബഹളം ഉണ്ടാക്കാൻ പോയാൽ അതിനേ സമയം ഉണ്ടാവുള്ളൂ. കാരണം ഫിഖ് അല്ലേ, വിശാലമായൊരു സംഭവം ഉണ്ടാവും.
ഇനിയിപ്പോൾ ഒരു ഉദാഹരണം ഇപ്പം ജമ്മും കസറും ഒരാൾ സുബിഹിയാണ് കസറാക്കുക ആകെ 2 റക്അത്തല്ലേ സുബി കസറാക്കുക സുബി കസറാക്കാം എന്നൊരാളെ ഒരു മൗലവി പ്രസംഗിച്ചു. നമ്മളെല്ലാവരും കൂടി അതിനെ പടർത്തിറങ്ങും. കണ്ടോ വാദം കണ്ടില്ലേ എന്നിട്ട് പിന്നെ അവൻ പറയും അങ്ങനെ മറ്റേ ഇമാമ് പറയുന്നത് അങ്ങനെ അഭിപ്രായപ്പെട്ട ഇമാമികൾ ആ പറയും. എന്നാൽ ആദ്യം അങ്ങനെ അഭിപ്രായം ഉണ്ട് ഇമാമികൾ പറഞ്ഞു പറഞ്ഞിട്ട് അതൊന്നും പറയില്ല, ഒറ്റ വെട്ടി ഫിഖിൽ. അപ്പോൾ ഈ മുജാഹിദുകൾക്കൊരു ബഹളം ഉണ്ടാക്കലാണ്. ഇപ്പം ഈ ഫൈസൽ മൗലവിയൊക്കെ ചെയ്ത സംഭവം പിന്നെ ഈ പെരുന്നാൾ ഇതൊക്കെ ഏതോ ഒരു കൗലോട് നിർത്തുകൊണ്ടിരിക്കുക, എന്നിട്ട് അത് സമൂഹത്തിട്ട് പൊട്ടിക്കുക. അത് ഒരു കൊണ്ടുവരുന്ന കൗല് ചിലത് ഇമാമികൾ കറക്റ്റ് പറഞ്ഞതായിരിക്കും, ചിലത് തീരെ ഇല്ലാത്ത പക്ഷെ ഓലത് അംഗീകരിക്കും, ഇമാമികൾ അംഗീകരിക്കൂല. ചിലത് അവരെ സ്വയം കണ്ടെത്തലേക്കാരം, ചിലത് ഒരു നിലവാരമില്ലാത്ത കൗലേക്കാരം. ഇനിയിപ്പം മുജാഹിദ് അതിന് തെളിവായിട്ട് വരും. മറ്റേ ഇമാം അങ്ങനെ പറഞ്ഞു അത്താഹ് എന്ന് പറഞ്ഞാൽ അത്താഹ് റളിയല്ലാഹു പറഞ്ഞതിന് ഗുഹുർ മദീന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് പിടിച്ചു. എന്നാൽ ഈ മാമികളൊന്നും ഓരോ ആദ്യം പറയില്ല, അവിടെ ഉണ്ടല്ലോ ഞാൻ അതൊക്കെ ആയിട്ട് പോലും വരും, ആയുമായിട്ട് വരും. അങ്ങനെ ഏതോ കൗലും കുയിലെടുത്തിട്ട് ഈ ഫസാദ് ഉണ്ടാക്കൽ. ചില കൗലിന് തീരെ സ്ഥാനം ഉണ്ടാവില്ല. ഇതുപോലെ തന്നെയാണ് ഇപ്പം ഇടക്കാലത്തൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പം റസൂലുള്ളാഹിനെ മനാമിൽ കാണും. അള്ളാഹു റസൂൽ കറക്റ്റ് പറഞ്ഞ ഞാനുമായി ബന്ധപ്പെട്ട മനാമിൽ പിശാചിന് ഇടപെടാൻ കഴിയൂല. നമ്മളെ ഇമാമ് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഷാഫികളാണല്ലോ, നമ്മളൊക്കെ കൂടുതൽ ബന്ധപ്പെടുന്ന ഇമാമ നബവി തങ്ങൾ, നബവി ഇമാമും അങ്ങനത്തെ മറ്റേ നമ്മളെ പ്രധാന ഇമാമിങ്ങളൊക്കെ പറഞ്ഞു ഫി ഈ സൂറത്തിൽ അത് ഏത് അറിയപ്പെട്ട സൂറത്താട്ടെ അല്ലാത്ത സൂറത്താട്ടെ റസൂലായി ബന്ധപ്പെട്ട മനാമാണോ ശൈത്താനതല്ല. അവിടെ അതിന്ന് മാറ്റുണ്ടാക്കിയ സലാം സുല്ലമി അത് പിന്നെ റസൂലോ സഹാബി കാണണം, അല്ലെങ്കിൽ താബി പിന്നെ സഹാബിനെ ഇത് ഇൽമുള്ള ആള് കാണണം, അല്ലാത്തതും സ്വീകരിക്കാൻ പറ്റൂല. ഇത് ഇമാമിങ്ങൾ പറയാത്ത. പിന്നെ അത് വിവാദമാകുമ്പോൾ ഒരു കറാഫിൻ്റെ അത് അങ്ങനെ ആരൊക്കെ കൊണ്ടുവരുന്നുണ്ടോ ഒതക്കപ്പി ഫൈസൽ മൗലവിൻ്റെ കൂട്ടിലാണ് വഴിയൊന്നത്. ഇത് ചെയ്യരുതെന്ന് നമ്മൾ ഈ പറയുന്നത്. സംഭവം പെരുന്നാളും ജുമയും ഒത്തു വന്നു, പെരുന്നാളും ജുമയും വന്നോ രണ്ടും നിസ്കരിക്കണം. അതാണ് അതിൻ്റെ യഥാർത്ഥ വഴി. അതാണ് നമ്മളെ പ്രത്യേകിച്ച് ഷാഫി മദ്ഹബിലൊക്കെ കാഴ്ചപ്പാടും അങ്ങനെ തന്നെ. റസൂൽ അന്ന് പറഞ്ഞു അത് അവാലി എന്ന് പറഞ്ഞാൽ മദീനത്തിന് കുറച്ച് ദൂരമുള്ള സ്ഥലമാണിത്. ഹദീസിൽ കാണാം അഹ്ലുൽ അവാലി പെട്ട ഒരു പെണ്ണെന്ത് ചെയ്തു മരണപ്പെട്ടു. ആ ഗ്രാമത്തിൽപ്പെട്ട ഒരു ഉമ്മ മരണപ്പെട്ടു. റസൂൽ അങ്ങോട്ട് പോകുന്ന പാവങ്ങളായിരുന്നു. എന്തെങ്കിലും ഒരു റൊട്ടി ഒക്കെ ഉണ്ടാക്കി റസൂലാനെ ഇടയ്ക്ക് വിളിക്കുന്ന ഫൈ ഉജീബുഹു റസൂലായിട്ട് എനിക്ക് ഉത്തരം കൊടുക്കും. ആണ്ടൊക്കെ പോകും. അവിടെയുള്ള നാട്ടിലൊക്കെ റസൂലിനെ അറിയാം. അവിടെയുള്ള ഒരു ഉമ്മ മരണപ്പെട്ടു. വാർത്ത റസൂൽ അറിഞ്ഞു. അപ്പൊ റസൂൽ പറഞ്ഞു മയ്യത്ത് എത്തിയാൽ എന്നെ അറിയിക്കണം. പക്ഷെ ഈ മയ്യത്ത് എത്തുമ്പോഴത്തേനും കുറെ വൈകിക്കണം, രാത്രി ആയിക്കണം. കണ്ടോ കുറച്ച് ദൂരം അത്. മയ്യത്ത് എത്തിയപ്പം പിന്നെ റസൂൽ ഇങ്ങനെ പറഞ്ഞു ചെയ്തിനല്ലോ. പക്ഷെ റസൂല് കിടന്നിട്ടുണ്ട്, തങ്ങൾ ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവര് റസൂലുള്ളാഹിന്റെ അടുത്ത് ഒന്ന് റസൂൽ ഉറങ്ങിന. അപ്പോൾ പിന്നെ ഒരു തീരുമാനിച്ചു ഇനിയിപ്പോൾ റസൂലുള്ളാഹിനെ ഉണർത്തണ്ട. കണ്ടോ ഒരാൾ മരിച്ചിന്, വേണ്ടപ്പെട്ട ആളാണ്, ഖബർക്ക് വെക്കാൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു മനുഷ്യന്റെ ഹക്കിൽ ഏറ്റവും വലിയ സംഭവമാണെങ്കിൽ അതിനേക്കാൾ വലിയ ഉപരിയായ സംഭവമാണ് റസൂലുള്ളാഹിന്റെ ഒരു കടത്തുന്നത്. അതിനൊരു പോറലേൽപ്പിക്കാൻ പറ്റൂല. റൂഹുൽ ബയാനിലൊക്കെ പറയും മശായിഖന്മാരോടുള്ള ആദാബും അങ്ങനെ തന്നെയാണ്. അവരെ ഉറക്കം അവരെ കടത്തം അതിനെ വിഷമിപ്പിക്കാൻ പാടില്ല. നമ്മളെ ആൾക്കാർക്ക് ഉണ്ടാവും മരിച്ചാൽ പിന്നെ എല്ലാവരും ഹലാക്കായി, മരിച്ചിട്ടെന്തേ വരാഞ്ഞു. അങ്ങനല്ല സ്വഹാബത്തിന്റെ റൂട്ട്. മരിച്ചിട്ട് നമ്മളെ ആൾക്കാർക്ക് ഒരു ചിന്ത ഉണ്ട്, എൻ്റെ അമ്മ മരിച്ചിട്ട് എന്തേ വന്നില്ല, മരണത്തോടു കൂടി പിന്നെ എന്തൊക്കെയാണ്. അങ്ങനല്ല, മരണത്തിലും അതവ് പാലിക്കണമല്ലോ. ഈ സ്വഹാബാക്കൾ വന്നിട്ട് റസൂൽ കടക്കൽ വിളിച്ചില്ല. ഓല അങ്ങനെ തന്നെ ജന്നത്ത് അവിടെ വഹിച്ചു. ഓല് മയ്യത്ത് നിസ്കരിച്ചു, ഓല് മറവ് ചെയ്തു. പിറ്റേ നേരം വെളുത്തപ്പോൾ റസൂലിനോട് വിവരം പറഞ്ഞു. അപ്പോൾ റസൂൽ ഞാൻ പറഞ്ഞല്ലോ മയ്യത്തെത്താൻ വൈകി. പിന്നെ അപ്പോൾ റസൂൽ നിങ്ങൾക്ക് എന്നെ വിളിച്ചുകൂടേനിയോ? അത് ഓരോ ശൈലി, നമ്മളെടുക്കേണ്ട മര്യാദ വേറെ. അപ്പോൾ ഞാൻ പറഞ്ഞത് അഹ്ലുൽ അവാലിയാണ്. ആ ഹദീസിൽ കാണാം ഉസ്മാൻ എന്നവരൊക്കെ പറയേണ്ട ഒരു പെരുന്നാൾക്ക് ജുമയും രണ്ടും കൂടി ഒരുമിച്ചിട്ട് പെരുന്നാൾ നമസ്കാരം ഇങ്ങനെ ഉസ്മാൻ എന്നവർ പറഞ്ഞ് അവാലിയിൽ നിന്ന് വന്ന ആൾക്കാർ വേണമെങ്കിൽ ഇരുന്നാൽ മതി, ഇനി ജുമയ്ക്ക് പോണെങ്കിൽ പോയിക്കോളി ഓലോട് പറഞ്ഞ വർത്താനാ. ആ വാക്ക് ഇപ്പോൾ നാട്ടിലത്തെ ആൾക്കാരോടൊക്കെ ഇനി എല്ലാവരും പോയിക്കോളി, എല്ലാവർക്കും ടൂറിന് പോകണം. അതിനാ ഈ ജുമ വാക്കണേ, അതിന് മസല ഉണ്ടാക്കുകയാണ്. അത് പാടില്ല, ജുമ നിസ്കരിക്കുക തന്നെ വേണം. അങ്ങനെ ഏതൊക്കെ കൗലെടുത്തിട്ട് മുഅ്തമദായി അറിയപ്പെട്ടതിനൊന്നും നിഷേധിക്കാനും പാടില്ല. കൊണ്ടുവരുന്ന കൗലിന് സ്വീകാര്യത ഇല്ലെങ്കിലോ തീരെ മിണ്ടാനും പാടില്ല.
ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ റസൂലുള്ളാഹിന്റെ മനാമുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊന്നും ഈ ഖറാഫി ഇമാം പറഞ്ഞ യാതൊരു തെളിവുമില്ല, അത് വളരെ ദുർബലപ്പെട്ടതാണ് ഇമാമിങ്ങൾ പറഞ്ഞാണ്. പിന്നെ അങ്ങനത്തെ ഒന്നും കൊണ്ടുവരാനും പാടില്ല. അപ്പം ഈറ്റാൽ കൗലും കീലും കൊണ്ടുവരുന്ന ആൾക്കാർ ഒലക്കെ പിയാളി ചെയ്യുമ്പോലുള്ള ഫസാദ ഉണ്ടാക്കും. അതായത് ശ്രദ്ധിക്കാട്. എന്തായാലും പെരുന്നാളും ജുമയും ഒത്തു വന്നാൽ നമുക്ക് 2 പെരുന്നാളായി, ഒന്ന് ഉഷാറാക്കി പെരുന്നാൾ ആഘോഷിക്കാം. അതാണ് വേണ്ടി.